ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 23. സാക്ഷികൾ. നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യം. തന്റെ സാക്ഷികൾ എന്ന കവിതയിൽ ഹെൻറി വാട്സ്വർത്ത് ലോങ്ഫെല്ലോ മുങ്ങിയ ഒരു അടിമക്കപ്പലിനെ വിവരിച്ചു. ചങ്ങലയിട്ട അസ്ഥികൂടങ്ങളെക്കുറിച്ച് എഴുതിക്കൊണ്ട് അടിമത്തത്തിൻ്റെ എണ്ണമറ്റ പേരില്ലാത്ത ഇരകളെക്കുറിച്ച് ലോങ്ഫെല്ലോ വിലപിച്ചു. സമാപന ഖണ്ഡിക ഇങ്ങനെ വായിക്കുന്നു: ഇത് അടിമകളുടെ വിലാപമാണ്. അവർ അഗാധത്തിൽ നിന്ന് നോക്കുന്നു. അവർ അജ്ഞാത ശവക്കുഴികളിൽ നിന്ന് കരയുന്നു. നാം ആണ് സാക്ഷികൾ. എന്നാൽ ഈ സാക്ഷികൾ ആരോടാണ് സംസാരിക്കുന്നത്? അത്തരം നിശബ്ദ സാക്ഷ്യങ്ങൾ വ്യർത്ഥമല്ലേ? എല്ലാം കാണുന്ന ഒരു സാക്ഷിയുണ്ട്. കയീൻ ഹാബേലിനെ കൊന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ലെന്ന് നടിച്ചു. ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്നവൻ ദൈവത്തോട് നിസ്സംഗനായി ചോദിച്ചു. എന്നാൽ ദൈവം പറഞ്ഞു, നിന്റെ അനുജന്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. കയീന്റെ പേര് ഒരു മുന്നറിയിപ്പായി നിലനിൽക്കുന്നു. ദുഷ്ടന്റെ കൂട്ടത്തിലുള്ളവനും തൻ്റെ സഹോദരനെ കൊന്നവനുമായ കയീനെ പോലെ ആകരുത് എന്ന് യോഹന്നാൻ മുന്നറിയിപ്പ് നൽകി. ഹാബേലിന്റെ പേരും നിലനിൽക്കുന്നു. പക്ഷെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എബ്രായ എഴുത്തുകാരൻ പറഞ്ഞു, ഹാബേൽ ഇപ്പോഴും സംസാരിക്കുന്നു. ദീർഘകാലം വിസ്മരിക്കപ്പെട്ട ആ അടിമകളുടെ അസ്ഥികളും അങ്ങനെ തന്നെ. അത്തരത്തിലുള്ള എല്ലാ ഇരകളെയും നാം ഓർക്കുന്നതും അടിച്ചമർത്തൽ എവിടെ കണ്ടാലും എതിർക്കുന്നതും നല്ലതാണ്. ദൈവം എല്ലാം കാണുന്നു. ദൈവത്തിൻ്റെ നീതി വിജയിക്കും. ചിന്തിക്കുക, അനീതിയുടെയും അടിച്ചമർത്തലിൻ്റെയും ഏത് സാഹചര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? ദൈവം ഇന്ന് നിങ്ങളെ എന്ത് ചെയ്യാനാണ് വിളിക്കാൻ സാധ്യതയുള്ളത്? ദൈവത്തിന് മഹത്വം.